ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 21 അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. യഹോവേ രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നീ നിഷേധിച്ചിട്ടുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ, പാതാള ഗോപുരങ്ങൾ നസ്രേനായ യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. ഈ വചനം പ്രസംഗിക്കുന്ന ഈ പ്രദേശത്ത് സമർപ്പിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾ കർത്താവെ ക്രിസ്തുവിനെ അറിയുന്നവരായി മാറട്ടെ. ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അതേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ അറിയുന്ന സ്വർഗം അവരുടെ വിഷയത്തിന്മേൽ ഇന്ന് വചനമയച്ച് വിടുവിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. റീബൽ ഹസ്തം റിബനം ഷൗഡം റിഗളം ഹന്തിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ശത്രുവിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. വചനത്തിന് വിരുദ്ധമായുള്ള സാത്താനിക കോട്ടകൾ തകരട്ടെ. ഓരോ ജനത്തെയും കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വിടുതലും ആശ്വാസമായി മാറട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കും. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. യഹോവേ രാജാവേ, നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ദാവീദിന് പറയുവാനുള്ളത്, ഞാൻ സന്തോഷിക്കുവാൻ എനിക്ക് കാരണം ഞാൻ എൻ്റെ കർത്താവിലാണ്, യഹോവയിലാണ് എനിക്ക് സന്തോഷിക്കുവാൻ കാരണം. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദാവീദിനെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ദാവീദിനെ പുലർത്തിയ ഒരു ദൈവം, ദാവീദിനെ വഴി നടത്തിയ ദൈവം. ഈ പ്രോഗ്രാം കാണുമ്പോൾ നിരാശയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദാവീദിനെ വിടുവിച്ചവനായ ദൈവം, അബ്രഹാമിനെ വിടുവിച്ചവനായ ദൈവം, യാക്കോബിനെ വിടുവിച്ചവനായ ദൈവം, ഇസഹാക്കിനെ വിടുവിച്ചവനായ ദൈവം നിന്നെയും വിടുവിക്കുവാനും നിന്നെ പുലർത്തുവാനും അവൻ ശക്തനാണ്. നീ ആ കർത്താവിൽ ആശ്രയം വെക്കുമ്പോൾ, ആ യേശുവിൽ നീ ആശ്രയം വെക്കുമ്പോൾ, നീ ഏത് വിഷയത്തിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നു ആ വിഷയത്തിന് മേൽ അത് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം, അത് ജീവനും ചൈതന്യവുമായി അത് വ്യാപരിക്കുമ്പോൾ, അതിൽ നീ വിശ്വസിക്കുമ്പോൾ, അതിൽ ആമേ എന്ന് പറയുമ്പോൾ അവൻ നിശ്ചയമായി അവൻ നിന്നെ നടത്തും. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നമ്മുടെ അധരങ്ങളുടെ യാചനകളെ, നമ്മുടെ അധരങ്ങളുള്ള തകർന്നിരിക്കുന്ന അവസ്ഥകളെ അറിയുന്ന ദൈവം, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ യാചിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. കർത്താവേ, ഇതിൽ നിന്ന് എങ്ങനെ ഒരു മോചനം നൽകും, എങ്ങനെ ഇതിൽ നിന്ന് ക്ഷയം പ്രാപിക്കുവാൻ സാധിക്കും, എങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് യാതനാവസ്ഥയിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ കുടുംബിനി, നീ ഭാരപ്പെടാതെ നീ ക്രിസ്തുവിൽ ആശ്രയം വെക്കുമ്പോൾ, നിൻ്റെ ആശ്രയം ദൈവത്തിൽ വെക്കുമ്പോൾ
അവൻ നിശ്ചയമായി നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്, നിന്നെ പുലർത്തുന്ന ദൈവമാണ്. നിൻ്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക. അവൻ നിശ്ചയമായി അവൻ നിന്നെ പുലർത്തും. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. അപ്പം നിൻ്റെ ഹൃദയത്തിലുള്ള അപേക്ഷ യാചന ദൈവത്തോട് ചോദിക്കുമ്പോൾ നിശ്ചയമായി അവൻ നിനക്ക് നൽകി, അവൻ നിന്നെ പുലർത്തുന്ന, അവൻ നിന്നെ നടത്തുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നമ്മുടെ യാചനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഇതൊന്നും നിഷേധിക്കുന്ന ദൈവമല്ല. ഇതെല്ലാം കേട്ട് നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകും. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിലെ 1-ാം വാക്യം പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കും. നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ അത് എൻ്റെ കർത്താവ് എന്നെ നടത്തും, എന്നെ പുലർത്തും. എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിനാൽ ഒരു അത്ഭുതം കാണുമെന്ന് നീ വിശ്വാസ കണ്ണിനാൽ കാഴ്ച കാണുമ്പോൾ നിശ്ചയമായി അത് നിൻ്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നീ ഏത് വിഷയത്തിന് അഭിമുഖീകരിക്കുന്നുവോ ആ വിഷയത്തിന് മേൽ നീ എൻ്റെ കർത്താവ് എന്നെ നടത്തും, എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും, എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തും, തകർച്ചയിൽ നിന്ന് ഉയർത്തുമെന്ന് നീ വിശ്വസിച്ചാൽ അത് നിൻ്റെ ജീവിതത്തിൽ അത് മഹത്വമായി വെളിപ്പെടുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. നന്മയുടെ അനുഗ്രഹങ്ങൾ എനിക്കെതിരെ തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസ് തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം, നിന്നെ വഴി നടത്തുന്ന ദൈവം, നിന്നെ പുലർത്തുന്ന ദൈവം, നിനക്ക് ദീർഘായുസ്സും സമാധാനവും നൽകുന്ന ദൈവം. യഹോവ രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദിന് പറയുവാൻ സാധിക്കും, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലവും, ഞാൻ ആരെ പേടിക്കും? അപ്പോൾ ദാവീദിനറിയാം സന്തോഷിക്കുവാൻ കാരണമുണ്ട്, സന്തോഷിക്കുവാൻ വകയുണ്ട്. കാരണം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലവും, ഞാൻ ആരെ പേടിക്കും? ഈ പ്രോഗ്രാം കാണുമ്പോൾ ഭയപ്പെടുന്ന വ്യക്തി ജീവിതമേ, റീബൽ ഹന്തം റിഗനം ഷൗഡം, ഈ സാമ്പത്തിക വിഷയത്തിന് മേൽ ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട്, പ്രയാസപ്പെടുന്ന അവസ്ഥകളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. റീബൽ വീഡിയോ യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. കർത്താവേ, നീ അവിടുന്ന് ഇടപെടണം. റീഖ ഹൗഡ വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ശക്തികളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലവും, ഞാൻ ആരെ പേടിക്കും? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾ കർത്താവിൽ പ്രത്യാശ വെക്കുമ്പോൾ നിശ്ചയമായി അവൻ നമ്മെ പുലർത്തും. നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. യഹോവ രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുവാൻ കാരണം, ദാവീദിന് പറയുവാനുള്ള കാരണം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലവും, ഞാൻ ആരെ പേടിക്കും? അപ്പം നമ്മെ പുലർത്തുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെക്കുന്നവരായി
നമ്മുടെ ഹൃദയം അവൻ്റെ മുന്നിൽ പകരുന്നവരായി മാറണം. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസ്സു തന്നെ. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത്. ഒരു ഭക്തന് പറയുവാനുള്ളതാണ്. തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് ആ ദാവീദിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? സങ്കീർത്തനം 25:2. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. നീ ലജ്ജിച്ചു പോകുവാൻ, നീ തലകുനിക്കുവാൻ, നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നീ ഭാരപ്പെടുന്ന, അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് നിനക്ക് ചില വിടുതലഴിക്കുകയാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അൻപരേഖ ശാന്ത റീബലാന്ത. നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ചില അത്ഭുതത്തെ കാണുവാൻ, ചില വിടുതലിനെ കാണുവാൻ, ചില രോഗസൗഖ്യത്തെ കാണുവാൻ സാധിക്കും. അവൻ അൻപറീകനാദി രീഷിയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയഘോഷിക്കരുതേ. എൻ്റെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ശത്രുക്കൾ നിൻ്റെ മേൽ ജയം ഘോഷിക്കത്തില്ല. നിൻ്റെ മേലുള്ള എല്ലാ ശത്രുവിനെയും ഇന്ന് തകർത്ത് നിനക്ക് ജയം നൽകുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. നീ ഏത് വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിക്കുന്നുവോ അതിൻ്റെ മേൽ കർത്താവ് ഇന്ന് വചനമയച്ച് അതിൻ്റെ മേൽ ഒരു വിടുതലും ഒരു സൗഖ്യവും കണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച് ആമയെന്ന് ആര് പറയുന്നുവോ അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. യഹോവേ രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവനു നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നിൻ്റെ അധരങ്ങളുടെ, നിൻ്റെ യാചനകൾ, നിൻ്റെ പ്രശ്നങ്ങൾ അവൻ നിഷേധിച്ചില്ല. അതിനെല്ലാം അവൻ ഇന്ന് നിനക്ക് ഉത്തരവും മറുപടിയും നൽകിയിരിക്കുകയാണ്. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. ഇന്ന് നീ ഏത് വിഷയത്തിൻ്റെ മേൽ തകർന്നിരിക്കുന്നുവോ ആ വിഷയങ്ങളുടെ മേൽ ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. പ്രവചന ആത്മാവിൽ കൽപ്പിക്കുന്നു. ആമയെന്ന് ആര് പറയുന്നുവോ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. റീബൽ ഹസ്തം റിവനം ശബ്ദം റീബൽ ഹൗഡത. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. നന്മയുടെ അനുഗ്രഹങ്ങൾ നീ അവനെ എതിരേറ്റു. തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസ്സു തന്നെ. നിനക്ക് ദീർഘായുസ്സും സമാധാനവും നൽകുന്ന ദൈവം, സന്തോഷവും ഭയത്തിൻ്റെ വ്യാപാര ശക്തിയിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം, ശത്രുവിൻ്റെ എല്ലാ പദ്ധതിയിൽ നിന്നും നിനക്ക് ജയം പകരുന്ന കർത്താവ്, ആ കർത്താവിൽ നിൻ്റെ ആശ്രയമായിരിക്കട്ടെ. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ, അടയാളമായി മാറട്ടെ, രോഗസൗഖ്യമായി, വിടുതലായി, ആശ്വാസപരമായി മാറട്ടെ. ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനം, സമാധാനം പകരുന്ന ദൈവത്തിൻ്റെ വചനം, ഭയത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം, രോഗശക്തിയിൽ നിന്നും സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ വചനം, അത് ജനത്തിൻ്റെ മേൽ ഇന്നൊരു വിടുതലായി വ്യാപരിക്കട്ടെ. സൗഖ്യവും സമാധാനവും വിടുതലും രോഗസൗഖ്യം അത്ഭുതകരമായി മാറട്ടെ. കർത്താവേ, കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ, ഇരുട്ടിൻ്റെ കോട്ടകൾ, സാത്താനിക ശക്തികൾ എല്ലാം യേശുവിൻ നാമത്തിൽ തകരട്ടെ. കർത്താവിൻ്റെ നാമം ഓരോ ഭവനങ്ങളിൽ ഉയരപ്പെടട്ടെ. കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിലുള്ള ഭയത്തിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ വ്യാപാര കോട്ടകൾ എല്ലാം നസ്രനായ യേശുവിൻ നാമത്തിൽ മാറട്ടെ. റീബൽ ഹസ്തം ഷീമനാഥ റോബ റീഗ ദീയ എല്ലാ ഭയം വ്യാപാര ശക്തികൾ, അസമാധാനങ്ങളെ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന ചിന്താകുലങ്ങൾ ഈ കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ.
പൂർണ്ണമായ ഒരു വിടുതലിനെ സൗഖ്യത്തെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. ഇന്ന് അവിടുന്ന് ഓരോ ജനത്തിനും മേൽ വിടുതലും സൗഖ്യവും സമാധാനവും കർത്താവെ എല്ലാ മേഖലമേൽ അവിടുന്ന് വിടുതൽ നൽകിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.